വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. പ്രിറ്റി മിസ് ആണ്. എല്ലാവരും അടിപൊളി ആയിട്ടിരിക്കുന്നല്ലോ അല്ലെ. അപ്പൊ നമ്മളിതാ കോൺസെപ്റ്റുകളൊക്കെ പഠിച്ച് ക്വസ്റ്റ്യൻസുകളൊക്കെ സെറ്റ് ആക്കി പോവുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ബയോളജി ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോഴും അത് എങ്ങനെയാണ്, ഏതൊക്കെ പഠിക്കണം എന്നൊക്കെ കൺഫ്യൂഷൻ ഉള്ള കുറേ കുട്ടികളുണ്ട്. അപ്പൊ ആ മക്കൾ എല്ലാവരും എന്ത് ചെയ്യണം, ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട. അപ്പൊ റീപ്രൊഡക്ഷൻ ഇൻ ആനിമൽസ് നമുക്ക് നോക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ്? റീപ്രൊഡക്ഷൻ ആനിമൽസിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ്. നമുക്ക് മെയിൽസിനും ഫീമെയിൽസിനും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് കാണാൻ കഴിയും. അതായത് ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, മെയിൽ സ്പേം ഉണ്ട്, ഫീമെയിൽ എഗ്ഗും ഉണ്ട്. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗമീറ്റുകൾ ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുന്നതും അതിൽ നിന്ന് എംബ്രിയോ ഉണ്ടായി ഒരു ബേബി ആയിട്ട് മാറുന്നത്. അപ്പൊ അതിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഏതൊക്കെയാണ്. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുമ്പോൾ ഇതാ നമുക്കിവിടെ ഒരു പെയർ ഓഫ് ടെസ്റ്റിസ് കാണാം. അതിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് ഒരു ട്യൂബ് പോകുന്ന സ്പേം ഡക്റ്റ് പോകുന്നത് കാണാം. അത് പിന്നെ കണക്ട് ചെയ്ത് ഇവിടേക്ക് ഒരു പീനിസിലേക്ക് കാണാം. അപ്പൊ ഈ ടെസ്റ്റിസിൽ എന്ത് ചെയ്യുന്നു, പ്രൊഡ്യൂസ് സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആ സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നു. സ്പേം ആണ് ഇവിടുത്തെ മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത്. ആ സ്പേം ആണ് പിന്നെ ഫീമെയിൽ ബോഡിയിലേക്ക് ചെല്ലുന്നത്, ഫെർട്ടിലൈസേഷനിൽ ടേക്ക് പാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം, ദ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് എ പെയർ ഓഫ് ടെസ്റ്റിസ്, പെയർ ഓഫ് സ്പേം ഡക്റ്റ് ആൻഡ് എ പീനിസ്. ഇതാണ് ഒരു മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ഉണ്ടാവുക. ടെസ്റ്റിസ് ആർ ലൊക്കേറ്റഡ് ഔട്ട്സൈഡ് ദ മെയിൽ ബോഡി. മെയിൽ ബോഡിന് കുറച്ചുകൂടെ എക്സ്റ്റേണൽ ആയിട്ടാണ് ടെസ്റ്റിസ് നമ്മൾ കാണുക. കാരണം എന്താണെന്ന് വെച്ചാൽ സ്പേം പ്രൊഡക്ഷന് ബോഡി ടെമ്പറേച്ചറിൽ നടക്കില്ല. അത് കുറച്ചുകൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്ത് മാത്രമേ സ്പേം പ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആൻഡ് ദ സ്പേംസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ടെസ്റ്റിസ്. സ്പേംസ് ആർ ദ മെയിൽ ഗമേറ്റ്. സ്പേംസ് ആണ് നമ്മുടെ മെയിൽ ഗമേറ്റ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന മെയിൽ സെക്സ് ഹോർമോണിനെയാണ് നമ്മൾ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പ്രൈമറി മെയിൽ സെക്സ് ഹോർമോൺ ആൻഡ് ഇറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ടെസ്റ്റിസ് ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്മെന്റ് ഓഫ് സെക്സ് ഓർഗൻ, പ്രൊഡക്ഷൻ ഓഫ് സ്പേംസ് ആൻഡ് ഓൾസോ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്ഷുവൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇവിടെ നിങ്ങൾ കാണാൻ കഴിയും, നമ്മുടെ ഈ പറയുന്ന ബോഡിയിലുള്ള ഡെവലപ്മെന്റുകളും ഒക്കെ ടേക്ക് പാർട്ട് ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോണിന്റെ റോള് വെച്ചിട്ടാണ്. ഒരു അഡോളസന്റ് പീരീഡിൽ എത്തുമ്പോഴത്തേക്കും മാനിൽ വരുന്ന അല്ലെങ്കിൽ ആൺകുട്ടിയിൽ വരുന്ന ചേഞ്ചസുകൾ, മീശ വളരുന്നതും ബോഡി ചേഞ്ചസ്, മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നതും സൗണ്ട് മാറുന്നതും സ്പേം പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ ആണ്. ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് സെക്സ് ഓർഗൻസ്, പ്രൊഡക്ഷൻ ഓഫ് സ്പേം ആൻഡ് ഓൾസോ ഡെവലപ്മെന്റ് ഓഫ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടർ, ഞാനിപ്പോൾ പറഞ്ഞ ഫീച്ചേഴ്സുകളും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ ആണ്. അപ്പം ഈ സ്പേം എന്ന് പറയുന്നതാണ് ഇവിടുത്തെ മെയിൽ ഗമേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു. ഒരു സിംഗിൾ സെല്ലാണ് നമ്മുടെ സ്പേം എന്ന് പറയുന്നത്. അതിനിവിടെ നിങ്ങൾക്ക് ഒരു ഹെഡ് കാണാൻ കഴിയും, ഒരു ബോഡി മിഡിൽ പീസ് കാണാം, ആൻഡ് അവിടുന്ന് ലോങ് ടെയിലും പോകുന്നത് കാണാം. അപ്പം ഹെഡ് ഉണ്ട്, മിഡിൽ പീസ് ഉണ്ട്, ടെയിലുണ്ട്. ഇത് ഒരു സിംഗിൾ സെല്ലായിട്ടാണ് സ്പേം കാണുന്നത്. ആൻഡ് ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. ഇവർ മൊട്ടൈൽ ആണെന്നും കൂടെ ഓർത്ത് വെക്കാം. അപ്പോൾ sperms are male gamete produced by testis in human. Millions of sperms are produced by testis in a day. Each sperm is single microscopic cell having a head, middle piece and tail. And head contains nucleus with single set of chromosomes. ഇവർക്ക് ഹെഡിൽ ന്യൂക്ലിയസ് ഉണ്ട്, അതിൽ ക്രോമസോംസും കാണാം. മിഡിൽ പീസ് കണ്ടെയ്ൻ ലാർജ് നമ്പർ ഓഫ് മൈറ്റോകോൺട്രിയ പ്രൊവൈഡ് എനർജി. ഈ ഒരു മൈറ്റോകോൺട്രിയാണ് ഈ മൂവ്മെന്റിനൊക്കെ ഇവർക്ക് വേണ്ട എനർജി കൊടുക്കുന്നത്. Sperm is motile gamete which move through female reproductive tract with the help of a tail. സ്പേം ഫീമെയിലിന്റെ ബോഡിയിലേക്ക് എത്തി അവിടെ നിന്നാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അപ്പൊ മോട്ടൈൽ ആയിട്ടുള്ള സ്പേം ആണ് എന്താ നമുക്ക് ഉള്ളത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇവിടെ ഇതാ നിങ്ങൾക്ക് പെയർ ഓഫ് ഓവറി കാണാൻ കഴിയുന്നുണ്ട്. അവിടുന്ന് ഒരു ഫലോപ്പിൻ ട്യൂബ് അല്ലെങ്കിൽ ഒവി ഡക്റ്റ് കാണാം. സെന്ററിൽ യൂട്രസ് കാണാൻ കഴിയും. പിന്നെ താഴോട്ടുള്ള റീജിയൻ സെർവിക്സ് വജൈന കാണാൻ പറ്റും. സോ ദ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് പെയർ ഓഫ് ഓവറീസ്, പെയർ ഓഫ് ഫലോപ്പിൻ ട്യൂബ് ആൻഡ് എ സിംഗിൾ യൂട്രസ്. ഒരു യൂട്രസ് ആണ് നമുക്കുള്ളത്. ചിലപ്പോൾ MCQ ഒക്കെ ആയിട്ട് ചോദിക്കാം ഏതൊക്കെയാണ് ഉള്ളത് ഇല്ലാത്തത്, പെയർ ഓഫ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. ഓവർ ആർ പ്രൊഡ്യൂസ്ഡ് ബൈ ഓവറീസ്. ഇവിടെ ഓവറീസിലാണ് ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കണ്ടോ, ഈ ഓവറീസിലാണ് നമ്മുടെ ഓവം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. So fallopian tubes carry the ova from the ovary to uterus. Uterus hold the growing embryo or fetus. നമ്മുടെ ഈ പറയുന്ന യൂട്രസിന്റെ ഉള്ളിലാണ് നമ്മുടെ ഓവം എംബ്രിയോ ആയിട്ട്, മീൻസ് എംബ്രിയോ ഡെവലപ്മെന്റ് നടക്കുന്നതും അത് ഫീച്ചേഴ്സ് ആയി ഒരു ചൈൽഡ് ആയിട്ട് മാറുന്നത്. അപ്പൊ ബേബി ഗ്രോ ചെയ്യുന്നത് യൂട്രസിന്റെ ഉള്ളിലാണ്. ആൻഡ് ഇവിടെ നമുക്ക് പഠിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ ഫീമെയിൽസിലുള്ള ഹോർമോൺ ഈസ്ട്രോജൻ ആണ്. ഈസ്ട്രോജൻ ഇസ് എ പ്രൈമറി ഫീമെയിൽ സെക്സ് ഹോർമോൺ സെക്രീറ്റഡ് ബൈ ഓവറീസ്. ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ഓവറീസ് ആണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്, ഡെവലപ്മെന്റ് ഓഫ് ഫീമെയിൽ ഗമേറ്റ്.
ഓവം പ്രൊഡ്യൂസ് ചെയ്യാനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഉണ്ടാവാനും അതുപോലെ തന്നെ മറ്റ് ചേഞ്ചസ്, അതായത് ഒരു അഡോളസന്റ് പീരീഡിൽ എത്തിയ ഫീമെയിൽസിന്റെ ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, റീപ്രൊഡക്റ്റീവ് ഡെവലപ്മെന്റ്, മെൻസ്ട്രേഷൻ സൈക്കിൾ നടക്കുന്നത് ആൻഡ് ബാക്കിയുള്ള ബോഡി ചേഞ്ചസുകളൊക്കെ ഉണ്ടാവുന്നത്, ഹെയർ ഗ്രോത്ത് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈസ്ട്രജൻ ആണ്. ദെൻ ഓവം ആൻഡ് മെയിൻറ്റെനൻസും മെൻസ്ട്രൽ സൈക്കിളും ഒക്കെ ആരുടെ കൺട്രോളിലാണ്? ഈസ്ട്രജന്റെ കൺട്രോളിലാണ് വരുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഹ്യൂമൻ ഓവം എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഒക്കെയുള്ള സെല്ലാണ്. ഇനി ഈ ഓവത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസ് എ ഫീമെയിൽ ഗാമേറ്റ് നോൺ ആസ് ഓവം. ഹ്യൂമൻ ബീങ് സിംഗിൾ മെച്യൂർ എഗ് ഓർ ഓവം ഈസ് റിലീസ്ഡ് ഇൻ ഓവിഡക്ട് ഫെലോപ്പിയൻ ട്യൂബ് ബൈ റെസ്പെക്റ്റീവ് സൈഡ് ഓഫ് ഓവൽ. ഓരോ മാസവും നമുക്ക് 2 ഓവറി ഉണ്ടല്ലോ, ഓരോ മാസവും ഓരോ ഓവറീസ് ഓരോ ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ഓവം ഈസ് എ സിംഗിൾ സെൽ ഈസ് മച്ച് ലാർജർ ദാൻ ദി സ്പെർം. ഓൾട്ടർനേറ്റ് ആയിട്ടാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഓവം എന്ന് പറഞ്ഞാൽ ദേ ആർ നോൺ മോട്ടൈൽ, ഇവർക്ക് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് ക്യാരിഡ് ടു ദി യൂട്രസ് ബൈ ഒവിഡക്ട്. ഒവിഡക്റ്റിൽ ചെറിയ ചെറിയ മൈക്രോ എയർസ് ഉള്ളത്, അതിന്റെ മൂവ്മെന്റ് വഴിയാണ് ഈ ഓവം മൂവ് ചെയ്യുന്നത്. അങ്ങനെ ഈ ഓവം എവിടെ എത്തുന്നു? നമ്മുടെ ഒവിഡക്റ്റിലേക്ക് എത്തുന്നു. ആ ഒവിഡക്റ്റിലേക്ക് എത്തുമ്പോൾ നമ്മുടെ സ്പേം ഫീമെയിൽ ബോഡിയിൽ വെജൈന ത്രൂ സെർവിക്സ് ത്രൂ യൂട്രസ് എവിടെ എത്തിയിട്ടുണ്ടാവും? ഫെലോപ്പിയൻ ട്യൂബിലേക്ക് എത്തിയിട്ടുണ്ടാവും. സോ ഫെർട്ടിലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഫ്യൂഷൻ ഓഫ് മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ്. നമ്മൾ ഈ പറഞ്ഞ മെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള സ്പേമും ഫീമെയിൽ ഗാമേറ്റ് ആയിട്ടുള്ള ഓവവും തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നതിനെയാണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. സോ ബോത്ത് ദ ഗാമേറ്റ്സ് കണ്ടെയ്നിങ് ഹാപ്ലോയിഡ് സിംഗിൾ സെറ്റ് ഓഫ് ക്രോമസോം ഫ്യൂസ് ആൻഡ് ദെൻ മെയിൻറ്റെയിൻ ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം. അതായത് സ്പേമിൽ പകുതി ക്രോമസോമും ഓവത്തിലും പകുതി ക്രോമസോമാണ് ഉള്ളത്. ഇവർ രണ്ടും കൂടെ ഫ്യൂസ് ചെയ്തിട്ടാണ് ടോട്ടൽ ക്രോമസോം ലെവലായി എത്തുന്നത്. ഫെർട്ടിലൈസ്ഡ് ഓവം ഈസ് നൗ കോൾഡ് എ സൈഗോട്ട്. അപ്പൊ സ്പേമും ഓവം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ എന്തായി? അതിനെയാണ് നമ്മൾ സൈഗോട്ട് എന്ന് പറയുന്നത്. എന്താണ് സൈഗോട്ട് എന്ന് പറയുന്നത്? ആൻഡ് ഇൻ ഹ്യൂമൻ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻ ഫെലോപ്പിയൻ ട്യൂബ്. മനുഷ്യരിൽ എവിടെ വെച്ചിട്ടാ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്? നമ്മുടെ ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ട്. ഇതാണ് നമ്മുടെ ഒവിഡക്റ്റ്. ഇവിടെയാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അതായത് സ്പേമും ഓവവും തമ്മിൽ ഫ്യൂഷൻ നടക്കുന്നത് ഈ പറയുന്ന ഫെലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. ആൻഡ് ഫെർട്ടിലൈസ്ഡ് ഓവം ഈസ് നൗ കോൾഡ് സൈഗോട്ട്. സൈഗോട്ട് ഈസ് ക്യാരി ടു യൂട്രസ്. അവിടെ നിന്ന് അത് ക്യാരി ചെയ്ത് യൂട്രസിൽ എത്തുന്നു. ദ ഇൻസൈഡ് യൂട്രസ് അണ്ടർഗോ റിപ്പീറ്റഡ് ഡിവിഷൻസ് ആൻഡ് ഗ്രോസ് ആൻഡ് ബിക്കം ആൻ എംബ്രിയോ. അവിടെ യൂട്രസിൽ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ ഈ പറയുന്ന ഫ്യൂസ്ഡ് ആയിട്ടുള്ള സൈഗോട്ടിൽ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാകും. അത് പിന്നെ എന്താകുന്നു? ഒരു എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഫ്യൂഷൻ ന്യൂക്ലിയ കണ്ടല്ലോ, ഈ ന്യൂക്ലിയസ് ഫ്യൂഷൻ ചെയ്ത് സൈഗോട്ടായിട്ട് മാറുന്നു. സ്പേം ഇതുപോലെ എൻ്റർ ആയി കഴിഞ്ഞാലാണ് ഈ ഫ്യൂഷൻ നടക്കുക. ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ് ഇൻസൈഡ് ദ ഫീമെയിൽ ബോഡി ഈസ് കോൾഡ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒന്നുമാണ്. നമ്മുടെ ബോഡി ഫീമെയിൽ ബോഡിന്റെ ഉള്ളിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ എന്നാണ് പറയാം. ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ഒക്കർ ഇൻ മെനി ആനിമൽസ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻസ്, കൗസ്, ഡോഗ്സ് ആൻഡ് ഹെൻസ്. അല്ലെ? അപ്പം നമ്മൾ മനുഷ്യരായിക്കോട്ടെ, പശുക്കളായിക്കോട്ടെ, ഡോഗ്സ്, നായലായിക്കോട്ടെ, ഹെൻസിലൊക്കെ എന്താ നടക്കുന്നത്? ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് നടക്കുന്നത്. അപ്പം ഇത്രയും എക്സാമ്പിൾസും കൂടി ഇവിടെ പഠിച്ചു വെക്കാം. അപ്പൊ കംപ്ലീറ്റ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഫെർട്ടിലൈസേഷൻ ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കമന്റ് ബോക്സിൽ ചോദിക്കണം. അപ്പൊ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് മിസ് വീണ്ടും വരാം. ആൻഡ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മിസ് ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം. നമ്മുടെ ഫെർട്ടിലൈസേഷന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, സ്പേമും അതുപോലെ തന്നെ ഓവവും തമ്മിൽ ഫ്യൂഷൻ നടത്തിയിട്ട് ഒരു സംഭവമാണ് ഫോം ചെയ്യുന്നത് അല്ലെ? അപ്പം സ്പേം പ്ലസ് ഓവമാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. എന്നിട്ട് എന്താണ് ഫോം ചെയ്യുന്നത്? സ്പേം പ്ലസ് ഓവം combine together to form dash. അതെന്താണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. So see you soon in the next class, മക്കളെ. Bye bye.